എല്ലാ വീടുകളിലും മോദി എന്ന മുദ്രാവാക്യം എല്ലാ മൊബൈലിലും മോദി എന്ന നിലയിലേക്ക് മാറിയെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പവൻ ഖേര. 2014 के चुनाव में इन्हीं दोनों जासूसों ने एक नारा दिया था, घर घर मोदी. एक नारा ऐसा है जिस पे ये वाकई अमल कर रहे हैं, घर घर मोदी, हर मोबाइल में मोदी. സ്മാർട്ട് ഫോണുകളിൽ സഞ്ചാർ സാഥി മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള മോദി സർക്കാരിന്റെ നീക്കത്തിനെതിരെ ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പ്രസ്താവിച്ചത്. സഞ്ചാർ സാഥിയുടെ കെണിയിൽ വീഴരുതെന്ന് പവൻ ഖേര പറഞ്ഞു. ചാരവൃത്തി ചെയ്യുന്നത് ഇവരുടെ പഴയ ശീലമാണ്. ഗുജറാത്തിൽ അത് വളരെ പ്രശസ്തമായിരുന്നു. ഗുജറാത്തിൽ നടത്തിയിരുന്ന ചാരവൃത്തി ഇപ്പോൾ നമ്മുടെ വീടുകളിലും ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതാണ് സഞ്ചാർ സാഥി. രാജ്യത്തെ പൗരപ്രമുഖരെ നിയന്ത്രിക്കാൻ പെഗാസസ് ഉണ്ട്. സാധാരണക്കാർക്ക് വേണ്ടിയാണ് സഞ്ചാർ സാഥി എന്നും അദ്ദേഹം ആരോപിച്ചു. പെഗാസസ് നിയമവിരുദ്ധമായി പിൻവാതിലിലൂടെ വരികയായിരുന്നെങ്കിൽ സഞ്ചാർ സാഥി മുൻവാതിലിലൂടെയാണ് മൊബൈലിലേക്ക് നുഴഞ്ഞു കയറുന്നത്. വിദ്യാസമ്പന്നനായ വ്യക്തി ഇവിടെ പപ്പുവാണ്. ആരുടെ ഡിഗ്രി വരെയാണ് ചോദ്യചിഹ്നമായത്? അയാൾ വിശ്വഗുരുവാണ്. വിശ്വഗുരുവിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത് സ്വകാര്യതാ ലംഘനമാണ്. എന്നാൽ പൗരന്മാരുടെ മൊബൈലിൽ കയറി എല്ലാ വിവരങ്ങളും കൈവശപ്പെടുത്തുന്നത് ഭരണകൂടത്തിന്റെ അവകാശവും. ഇത് എന്ത് തരം ജനാധിപത്യമാണെന്നും പവൻ ഖേര ചോദിച്ചു. इन दोनों की पुरानी आदत है, ये बीमारी इनकी पुरानी है, जासूसी करने की. गुजरात में मशहूर है. ये हर बेडरूम में घुसने की बीमारी क्यों है आपको? क्यों घुसना चाहते हैं आप हमारे मोबाइल से? जो वीआईपीज हैं, महत्वपूर्ण लोग हैं, पॉलिटिकल लोग हैं, पत्रकार हैं, जजेस हैं, बिजनेसमैन हैं, अपनी ही पार्टी के भीतर के जो इनके प्रतिद्वंदी हैं, उन सब के लिए पेगासस, आम आदमी के लिए संचार साथी. मकसद एक ही है. जो पेगासस का मतलब था, पेगासस गैर कानूनी रूप से पिछले दरवाजे से आपकी जिंदगी में घुस रहा था. संचार साथी सामने के दरवाजे से कानूनी जामा ओढ़कर आपके मोबाइल्स में घुस रहा है, आपके बेडरूम में घुस रहा है, आपके किचन में घुस रहा है, आपके घरों में घुस रहा है, आपकी जिंदगी में घुस रहा है. वैसे बड़ा अजीब हो गया ये देश. जो पढ़ा लिखा है वो तो पप्पू, और जिसकी डिग्री तक पे सवालिया निशान है वो विश्वगुरु. तो विश्वगुरु की डिग्री मांग लेना निजता का हनन है. लेकिन हमारे आपके मोबाइल में घुसकर हमारी जिंदगी की तमाम जानकारी ले जाना उनका हक है.